ഹലോ, നമുക്കൊന്നൊരു യാത്ര പോയാലോ? നമ്മുടെ അമ്മയുടെ ഫാമിലിനായിട്ടാണ് നമ്മൾ ഇന്ന് പോണത് കേട്ടോ. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോണത്. അമ്മയുടെ കുടുംബത്തിൽ കുറേ ആൾക്കാർ ട്രെയിനിൽ കയറിയിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അവർ ആഗ്രഹം അങ്ങോട്ട് നടക്കട്ടെ, ട്രെയിനിൽ അങ്ങോട്ട് പോവാ. വെറും 3-4 ദിവസത്തെ ചർച്ച മാത്രമേ ഈ പോക്കിന് പുറകിലുള്ളൂ കേട്ടാ. സാധാരണ 3-4 മാസം ചർച്ച നടത്തിയാലും ഞങ്ങളുടെ പോക്ക് നടക്കാറില്ല. നിങ്ങളുടെ കുടുംബത്തിലൊക്കെ എങ്ങനെയാ? ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടാ. എന്താവോ എന്തോ അറിയില്ല. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചിട്ട് അങ്ങോട്ട് സഹകരിക്കണേ. എല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റിലും നല്ല ഹാപ്പി മൂഡിലായിട്ട് ഇരിക്കണത്. ചിമ്പുട്ടൻ്റെ കാര്യം എന്താവും എന്ന് എനിക്കറിയില്ല. അവൻ തുടക്കത്തിലൊന്നും വലിയ കുഴപ്പമുണ്ടാക്കിയിട്ടില്ല. ഇനി എന്താവും എന്നൊരു പിടിയില്ല. അവൻ്റെ ഫസ്റ്റ് ട്രെയിൻ യാത്ര കേട്ടാ. രാത്രിയിലാണ് പോണത്, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും കാണാണ്ടായിരുന്നില്ല കേട്ടാ. ചിമ്പുട്ടൻ നല്ല ഹാപ്പി ആയിട്ട് കളിച്ച് ചിരിച്ച് ഇരിക്കട്ടെ ഇവിടെ. ചെക്ക നല്ല കളിയും ചിരിയാണെങ്കിലും എൻ്റെ മനസ്സിന് നല്ല ടെൻഷൻ കിട്ടാ. എന്താവും എന്തോ. തുടക്കത്തിലൊക്കെ ഇവ എപ്പോഴും ഇങ്ങനെ തന്നെ, അവസാനം ആകുമ്പോഴേക്കും ഇവൻ്റെ താനി സ്വഭാവം പുറത്തെടുക്കാറാണ് പതിവ്. പിന്നെ എല്ലാവരും അങ്ങോട്ട് ട്രെയിനിൽ കിടന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടാ. ഉറങ്ങി എണീറ്റപ്പോഴേക്കും നമ്മുടെ സ്ഥലം എത്തി. ശ്രീ പത്മനാഭൻ്റെ മുന്നിലെത്തി നമ്മൾ. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ എങ്ങോട്ടാ വരുന്നതെന്ന് പറഞ്ഞില്ലല്ലോ ഇതുവരെ. നമ്മൾ തിരുവനന്തപുരത്തുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് വന്നത് കേട്ടാ. ചെറിയൊരു വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണിത്. ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു റൂം എടുക്കണതിനെ പറ്റിയിട്ടുള്ള ചർച്ചയാണ് കേട്ടാ. ചർച്ചയ്ക്ക് ഒടുവിൽ ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കുറച്ച് നടക്കാനുള്ളൂ ഒരു ചെറിയൊരു റൂം ഉണ്ടായിരുന്നു. അന്ന് അവിടെ നിന്ന് ഫ്രഷപ്പ് ആവാൻ വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് എല്ലാവരും കൂടിയിട്ടാ. അമ്മയും അമ്മായിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉണ്ണിയുടെ കാര്യത്തിൽ വലിയ ടെൻഷനൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടാ. അവരെല്ലാം മാറി മാറി എടുക്കുമായിരുന്നു അവനെ. ഞാൻ റൂമിൽ ചെല്ലുമ്പോഴേക്കും അവൻ അവരൊക്കെ ഉറക്കി കിടത്തിയിറക്കണ്. പിന്നെ ഞങ്ങൾ വേഗം ഫ്രഷായിട്ട് ഇറങ്ങിയിട്ട് അമ്പലത്തേക്ക് നടന്നു പോണതാണ് ഈ കാണുന്നത്. അമ്പലത്തിൽ എത്തി ഉള്ളി കയറിനാട്ടി മുമ്പ് തന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടാ. എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു. കാരണം മൊബൈൽ വെച്ചിട്ടല്ലേ കയറാൻ പറ്റുള്ളൂ. അമ്പലത്തിൽ കയറി ഇറങ്ങുമ്പോഴേക്കും നമ്മൾ നല്ല ക്ഷീണിക്കൂലോ. അതുകൊണ്ട് കയറിനാട്ടി മുന്നേ തന്നെ എല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ ഇവിടുത്തെ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പറഞ്ഞതുപോലെ തന്നെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഞങ്ങളൊക്കെ ഭയങ്കര ടയേർഡായിട്ടാ. ഞങ്ങൾക്കൊക്കെ നല്ല വിശപ്പായിരുന്നു. ചിമ്പൂട്ടനൊക്കെ വിശപ്പിൻ്റെ വില എന്താണെന്ന് അറിഞ്ഞു ഗൈസ്. ഫുഡൊക്കെ വേഗം കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും വീണ്ടും റൂമിലേക്ക് തന്നെ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ടാ. ഞാനും നന്ദും ഒരേപോലത്തെ ഡ്രസ്സാട്ടോ ഇട്ടിട്ടുള്ളത്. ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സ്റ്റുഡിയോ പോയപ്പോൾ വാങ്ങിച്ച ഡ്രസ്സാണ് കേട്ടാ. ഈവനിങ് ടൈമിലേക്കാണ് ട്രെയിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ. അങ്ങനെ ഇനി ഇത്രയും നേരം എന്തു ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഒരു ചേട്ടൻ പറഞ്ഞത്, ഇവിടെ അടുത്ത് ഒരു മോളിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞിട്ടുണ്ട്, 2-3 ദിവസമായിട്ടുള്ളൂ, ഒന്ന് പോയി നോക്കി നോക്ക്, നല്ല ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പുറപ്പെട്ടു ഗൈസ്. RK മോൾ എന്നായിരുന്നു കേട്ടോ മോളിൻ്റെ പേര്. ചെന്ന് നോക്കിയപ്പോൾ ആ ചേട്ടൻ പറഞ്ഞതിൽ തെറ്റും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് മനസ്സിലായി. കാരണം നല്ല ഓഫറും കാര്യങ്ങളും നല്ല കളക്ഷൻസും ഉണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമല്ല നല്ല തിരക്കായിരുന്നു. ഒരടി അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. നമുക്കൊന്നും ഫ്രീ ആയിട്ട് അവിടെ ചെന്നപ്പോൾ നോക്കാൻ പറ്റിയിരുന്നില്ല, ആകെ തിരക്കായിരുന്നു. ഇവിടെ വന്ന് 2-4 ഫ്ലോറൊക്കെ കയറി ഇറങ്ങി വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് വയ്യാണ്ടായിട്ടാ. മാത്രമല്ല വിശപ്പിൻ്റെ വിളി അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ സമയം നോക്കിയത്. സമയം നോക്കിയപ്പോൾ ഒരുപാട് സമയമായിരിക്കണു. അതങ്ങനെയാണല്ലോ, ഈ പെൺകുട്ടികൾ ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ സമയം പോണത് അറിയില്ല. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല കേട്ടാ. വേഗം തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. നേരെ പോയതൊരു ഹോട്ടലിലേക്കാണ്. അവിടെ പോയി നല്ല വയറ് നിറയെ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടാ. സ്റ്റേഷനിലേക്ക് എത്താൻ ഇനി നേരം വേഗണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. പിന്നെ അധികം അവിടെ കെട്ടി ചെയ്യാനൊന്നും നിന്നില്ല കേട്ടാ. നേരെ റെയിൽവേ സ്റ്റേഷൻ പോയി. ഞങ്ങളൊരു പുലർച്ചയോട് കൂട്ടിയിട്ട് തന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് എൻ്റേത്, അതുകൊണ്ട് തന്നെ എല്ലാവരും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.